ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാർച്ച് 8 വിമൻസ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഓരോ ഡേയിലും എസ്പെഷ്യലി ഫോർ വുമൻ അവയർനെസ്, അതായത് ഗവൺമെൻറ് ജോബ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അവയർനെസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതതിൻ്റെ ഫർദർ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോബ്സ്, അതായത് SSC CGL അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് പോലുള്ള ഗവൺമെൻറ് ജോബ്സിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ സമകാലിക പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കിതുവഴി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നോക്കിയേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ജോബും പ്രൈവറ്റ് ജോബും പറയുകയാണെങ്കിൽ എനിക്ക് സെക്യൂർഡായിട്ടൊരു ജോബ് കിട്ടി. അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കുന്നില്ലേ, നിങ്ങൾ കല്യാണത്തേക്കാൾ ഒരു പടി മണ്ടയിൽ അല്ലെങ്കിൽ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഓൺ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്, അതായത് സ്വന്തം കാലിൽ നിന്ന് ജോലി വാങ്ങിക്കുക എന്നുള്ളത്. അപ്പം ആ സ്വന്തം കാലിൽ നിന്ന് വാങ്ങിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിത്തട്ട് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. അതായത് കുറേ കൂടെ സെക്യൂർഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഫർദർ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ആംബിൾ ഇനഫ് ടൈം കിട്ടും. അതായത് ഗവൺമെൻറ് ജോബിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ജോബ് സെക്യൂരിറ്റിയാണ്. അതായത് ഞാനിപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ കയറുവാണെങ്കിൽ എനിക്കൊരു ഫിക്സഡ് ടൈമിൽ വർക്ക് കാണും. അത് കഴിഞ്ഞ് എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഫർദർ അപ്ഡേഷൻസ് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ആ സമയം നമുക്കതിനെപ്പറ്റി ടെൻസ്ഡ് ആവേണ്ട, അതായത് നെക്സ്റ്റ് ഡേ പഴയതുപോലെ വന്നാൽ മതി. അപ്പം നമ്മുടെ ജോലി പോകുമെന്നൊരു പേടി നമുക്ക് കാണത്തില്ല. മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അതിനകത്ത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഇപ്പോൾ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഫർദർ ആണല്ലോ ഈ ജോലി പോലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സമയം കൂടെ നമ്മുടെ ജോബിൽ എക്സലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ജോബിൽ എക്സലൻസ് കാണിക്കാനായിട്ട് നമുക്ക് ചിലവാക്കേണ്ടി വരത്തില്ല. നമ്മുടെ സമയം നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്രൈവറ്റ് ജോബിലെല്ലാം അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഓൾമോസ്റ്റ് 90% പ്രൈവറ്റ് ജോബ്സും എസ്പെഷ്യലി IT ഫീൽഡിലുള്ള ജോലിയൊക്കെ ഏകദേശം അങ്ങനെയാണ്. അത് കുറച്ചൊക്കെ ഫ്രീലാൻസിങ് ടൈപ്പും കൂടെ ആകുമ്പോൾ നമ്മുടെ കംഫർട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ടൈമും കൂടെ എടുത്തിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ജോബ് സെക്യൂരിറ്റി അധികം കാണില്ല. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഫർദർ ഓർഗനൈസേഷൻ നടത്തുന്ന ബോഡിയിലെ ഹയർ മെമ്പേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നിർത്താൻ പറഞ്ഞാൽ നമുക്ക് നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഒരു ബോസ് എംപ്ലോയി ടൈപ്പ് ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. എല്ലായിടത്തും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ സെക്യൂരിറ്റി ഈസ് ഫാർ ബെറ്റർ ഇൻ ഗവൺമെൻറ് ജോബ്സ്. പിന്നെ നോക്കിയേ, കരിയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം SSC CGL നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് B പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇൻ സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ. അപ്പോൾ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 to 6 വർഷത്തിനകം നിങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതും. അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസർ ആവും. അപ്പോൾ ഈ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഗസറ്റഡ് പോസ്റ്റാണ്. നമ്മുടെ ഈ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു റാങ്ക് പോലെ ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 10-12 വർഷത്തിനകം എഗെയിൻ നിങ്ങൾക്ക് വരുന്ന അടുത്ത പ്രൊമോഷനാണ് അണ്ടർ സെക്രട്ടറി എന്ന് പറയും. അതായത് അതൊരു ഏകദേശം ഒരു ഗ്രൂപ്പ് A സർവീസ് ആയിരിക്കും. അണ്ടർ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ബെനിഫിറ്റ്സ് കാണും. അതായത് ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രോത്ത് കാണും. അപ്പം വർക്ക് ലോഡ് കുറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ലോഡ് ഉണ്ട്, ബട്ട് ഇൻ ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ പതിയെ ഷെഡ്യൂൾഡ് ആയിട്ടൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ കാണും. പല ഡിപ്പാർട്ട്മെൻറ്റിലും സ്ലോ ആയിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അതൊരു പോസ്റ്റാണ് CGL. അതിൽ ഈ പറഞ്ഞ പോലെ 3 വർഷത്തിന് ശേഷം ഒരു സമയത്ത് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കഴിഞ്ഞ് ഒരു 3 വർഷത്തിനുള്ളിൽ ഇൻകം ടാക്സ് ഓഫീസർ ആവാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് അത് പറയും. പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഗ്രോത്ത് സാധ്യത വളരെ കൂടുതലാണ്. പ്രൈവറ്റ് ജോബ്സിലില്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറേ കൂടെ റിവാർഡിങ്, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറേ എക്സ്പീരിയൻസ്ഡ്, കാരണം ഒരു IT ഫീൽഡിൽ അപ്പോൾ പ്രൈവറ്റ് ജോബിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ പ്രായമാവുന്നതനുസരിച്ച് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് എപ്പോഴും അവിടെ ഒരു ഇമ്പോർട്ടൻസ് കാണും. പിന്നെ നമ്മൾ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആയിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്നു, അല്ലെ നമ്മുടെ ഒരു വിസ്ഡവും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ ആ ഫുൾ ടൈം ഓർഗനൈസേഷനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ പേഴ്സണൽ ടൈമും കൂടെ എടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ കരിയർ ഗ്രോത്തിനുള്ള സാധ്യത കാണത്തുള്ളൂ. അപ്പം പേഴ്സണൽ ടൈം കൊടുത്തിട്ട് കരിയർ സാധ്യത വരുന്നതിനേക്കാൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ടൈമോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ സർക്കിൾ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈവറ്റ് ജോബിൽ ഗ്രോത്ത് ഉണ്ട്, ബട്ട് സ്റ്റിൽ അത് കുറച്ച് ഡിലേഡ് ഗ്രോത്ത് ആയിരിക്കും. ഇപ്പോൾ ഇൻക്രിമെൻ്റ് തന്നെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ TCSൻ്റെ കാര്യം TCS ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് കാരണം ഈ മെറ്റേണിറ്റി ലീവൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ TCS. പക്ഷേ പെട്ടെന്ന് ഇൻക്രിമെൻ്റ് കാണത്തില്ല, ഗ്രോത്ത് വളരെ പെട്ടെന്ന് കാണത്തില്ല, പക്ഷേ സ്റ്റിൽ ഒരു സെക്യൂരിറ്റി കാണും. ബാക്കിയുള്ള IT അല്ലെങ്കിൽ IT ഫീൽഡിനോ പ്രൈവറ്റ് ജോബിനെ വെച്ച് നോക്കുമ്പോൾ TCSൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ബട്ട് ഗവൺമെൻറ് ജോബ്സ് വെച്ച് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഈസ് ഫാർ ലെസ് ആൻഡ് ഗ്രോത്ത് സാധ്യത വളരെ കുറവാണ്. പിന്നെ നോക്കിയാൽ അടുത്തത് വർക്ക് ലൈഫ് ബാലൻസും സാലറീസും പിന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റും. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ
നമുക്കിപ്പം 9 ടു ഒരു ഫിക്സഡ് ടൈമിംഗ് ആയിരിക്കും, 9 ടു 5 അല്ലെ 10 ടു 5 6. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാത്രം സമയം കിട്ടും. സിനിമയ്ക്ക് പോവാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഇനി പ്രശ്നങ്ങൾ ഫർദർ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ആമ്പിൾ ഇനഫ് ടൈം നമുക്ക് കിട്ടും. കാരണം ഇനി അങ്ങോട്ട് ജോലി വാങ്ങിച്ചു കഴിഞ്ഞാലും ലൈഫ് സ്മൂത്ത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈവൻ ദോ പ്രശ്നങ്ങൾ വന്നാൽ കൂടി അതിനെ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നേരിടാനുള്ളൊരു സമയം നമുക്ക് എങ്ങനെ വർക്ക് ലൈഫ് ബാലൻസിൽ കൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. വർക്ക് കഴിഞ്ഞാൽ വർക്ക് ലൈഫിൻ്റെ ഭാഗമാണെന്ന് കുഴപ്പമില്ല, പക്ഷേ അത് കയറി ലൈഫ് മൊത്തം വർക്കായിട്ട് പോകരുത്. ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ജോബിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ പ്രൈവറ്റ് ജോബ്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഈ സെയിം പറഞ്ഞ പോലെ 90-99% പ്രൈവറ്റ് ജോബ്സിന് ഈ ഒരു സംഭവം ഇല്ല. കാരണം നിങ്ങൾക്ക് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ ഹയർ അപ്സ് വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെയും ആ ഒരു കോർപ്പറേറ്റിൽ വരേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളുടെ പേഴ്സണൽ ടൈം എസ്പെഷ്യലി പോകും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ഈവൻ ദോ ഇൻസെൻറ്റീവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈം പോകും. പിന്നെ സാലറീസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ജോബ്സിൽ എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റും ജനറലി ഓഫർ ഹയർ സാലറീസ് ഇൻ കമ്പാരിസൺ ടു ഗവൺമെൻറ് ജോബ്സ്. സാലറീസ് തുടക്കത്തിൽ പറഞ്ഞു ഇപ്പോൾ IIT NIT പഠിച്ചിറങ്ങിയ ഒരു IT പ്രൊഫഷണലാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് നല്ല സാലറി പാക്കേജ് കാണും. ഗവൺമെൻറ് ജോബ്സിൽ ഫിക്സഡ് സാലറീസ് ആയിരിക്കും. അത് പതിയെ ഇൻക്രിമെൻറ്റ് വരുത്തേ ഉള്ളൂ. അതും സാലറി പാക്കേജ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ജോബ്സ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ സ്റ്റഡി ഗ്രോത്ത് സാലറിയിലകത്തുള്ളത് ഗവൺമെൻറ് ജോബ്സിൽ മാത്രമായിരിക്കും. പിന്നെ ഓരോ വർഷവും ശമ്പള കമ്മീഷൻ, അതായത് ന്യൂ പേ കമ്മീഷൻസ് വരും. അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനനുസരിച്ചുള്ളൊരു അലവൻസ് ആയിരിക്കും നിങ്ങൾക്ക് സാലറീസിൽ കൂട്ടി കിട്ടുന്നത് ഗവൺമെൻറ് ജോബ്സിൽ. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആർ പ്രൊവൈഡഡ് പോസ്റ്റ് റിട്ടയർമെൻറ്റ്. അതായത് റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ കാണും, പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് കാണും. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് വർക്ക് ചെയ്ത മിനിസ്ട്രിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് മിലിറ്ററിക്കാർക്കാണെങ്കിൽ ക്യാൻറ്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് വില കുറച്ച് സാധനം കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തവർക്കും അല്ലെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയീസിനും ഇതിനേക്കാൾ ഉപരി ട്രാൻസ്പോർട്ട് അലവൻസ് വരെയുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനൊരു സംഭവമില്ല. എന്തോ കുറച്ച് നമ്മുടെ സർക്കിളിൽ നമ്മൾ വർക്ക് ചെയ്ത എൻവയോൺമെൻറ്റ് ആ സമയത്തെ സർക്കിൾ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ ഇവന്തോ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നേരം നമുക്ക് ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് കാണുമെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അഡീഷണൽ നമ്മുടെ ലൈഫിൽ ഒരു ഉപകാരവും കാണത്തില്ല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ജോബ്സിൽ കാണും. പിന്നെ ബെനിഫിറ്റ്സും പിന്നെന്താ സ്റ്റെബിലിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി. അതായത് ഗവൺമെൻറ് ജോബ്സിൽ ഇപ്പോൾ CGL അല്ലെങ്കിൽ ജനറലി CGL പറയുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് കാണും. യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അലവൻസ് കാണും. പിന്നെ ന്യൂസ് പേപ്പർ അലവൻസ്, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അത് പണ്ട് വന്ന സംഭവമെങ്കിലും അതിപ്പോഴും ഉണ്ട്. പിന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ട്. പിന്നെ ഹോം അലവൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ പിന്നെ ASO in ME എന്ന് പറയുന്നൊരു പോസ്റ്റുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ഇന്ത്യൻ എംബസിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഫോറിൻ അലവൻസും കൂടെ കാണും. കാരണം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കത്തില്ല നിങ്ങൾ താമസിക്കുന്ന കൺട്രീസിൽ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഫോറിൻ അലവൻസും കൂടെ കാണും. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത കൺട്രീസിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ASO in ME എന്ന് പറയുന്ന പോസ്റ്റിൽ. അപ്പോൾ അങ്ങനത്തെ പോസ്റ്റിൽ നമുക്ക് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളം നമ്മൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള ഇന്ത്യയായിട്ട് അത്യാവശ്യം ഡിപ്ലോമാറ്റിക്കലി സ്മൂത്തായിട്ടുള്ള കൺട്രീസിൽ നിൽക്കേണ്ടി വന്നാൽ, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ പോലുള്ള കൺട്രീസിലാണെങ്കിൽ നമുക്ക് അവിടെ എംബസി ഉണ്ട്, നമ്മളവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ ഒരു 1.5 വർഷം വർക്ക് ചെയ്താൽ മതി. സമയം കുറച്ച് മതി, പക്ഷേ അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി അലവൻസ് കാണും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ അലവൻസസ് ഗവൺമെൻറ് നിങ്ങളുടെ ഏത് പ്രൊഫഷനിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ തിരഞ്ഞെടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അലവൻസ് കാണും. ഇപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഹെൽത്ത് സബ്സിഡീസ് പോലുള്ള കാര്യങ്ങൾ കാണും നിങ്ങളുടെ ഫാമിലീസിനും. പിന്നെ ഈ ASO in ME കേസ് വെച്ചിട്ട് തന്നെ പറയാം. അത് ആ ASO in ME നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് ഇപ്പോൾ US കിട്ടിയെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പിള്ളേർ കാണും, പിള്ളേരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർക്കും അവിടെ മെഡിക്കൽ ചെക്കപ്പിന് നല്ലൊരു കൺസിഡറേഷൻ കാണുമായിരിക്കും. അതായത് നല്ലൊരു ചിലയിടത്തൊക്കെ ഫ്രീ ആണ്, ചിലയിടത്ത് നല്ല രീതിയിൽ വില കുറഞ്ഞ് നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ആദ്യത്തെ 2 പിള്ളേർക്ക് അവിടുത്തെ പബ്ലിക് സ്കൂളിൽ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഡെഫിനറ്റ്ലി കാണും. ആൻഡ് ഒരു 3 BHK ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ റെസിഡൻസിലോ ആയിരിക്കും ASO in ME ആണെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു സെമി ഡിപ്ലോമാറ്റിക് പോസ്റ്റ് ആയിരിക്കും ASO in ME എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ASO in റെയിൽവേസിലാണ് നിങ്ങൾ അസിസ്റ്റൻറ്റ് സെക്ഷനായിട്ട് ഓഫീസർ കയറുന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് AC അങ്ങനെ ഇന്ത്യയിൽ ഒട്ടമാകം നിങ്ങൾക്ക് ഒട്ടാകെ പോകാനായിട്ടുള്ളൊരു ഇതും കൂടെ കാണും. അതായത് ഫസ്റ്റ് ക്ലാസ് ACയിൽ പോകാനായിട്ട് നിങ്ങൾ ഓൾറെഡി റെയിൽവേ എംപ്ലോയി ആണ്. അപ്പോൾ അതിൻ്റെ അലവൻസ് ബെനിഫിറ്റ്സും കാണും നിങ്ങൾക്ക്.
ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന എക്സാം ഒക്കെ ഉണ്ട്. ടാറ്റയുടെ എംപ്ലോയീസ് തന്നെ അവർക്കത് എഴുതി കഴിഞ്ഞാൽ ടാറ്റയുടെ ഹോട്ടൽസിലും അവരുടെയൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൂം എപ്പോൾ ചെന്നാലും കാണാം. അപ്പം ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ ടാറ്റ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏകദേശം എല്ലാം അല്ല എങ്ങാലും ഓൾമോസ്റ്റ് മിക്ക പ്രൈവറ്റ് ജോബ്സിനും അങ്ങനെ ഒരു സാധ്യതയില്ല. ബെനിഫിറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവ്, പേഴ്സണൽ ബെനിഫിറ്റ്സ് അല്ല, ജനറലൈസ് ചെയ്ത് പറയാൻ നേരം ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് കാണില്ല. പിന്നെ നോക്കിയ സ്റ്റെബിലിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി. ഗവൺമെൻറ് എംപ്ലോയീസ് ടിപ്പിക്കലി ഹാവ് സെറ്റ് ഷെഡ്യൂൾസ് ആൻഡ് റെഗുലർ വർക്കിംഗ് ഹവേഴ്സ്. അത് വർക്കിംഗ് ഹവേഴ്സ് റെഗുലർ ആയിരിക്കും. അതായത് ഇന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞ് നാളെ മറ്റന്നാളും എനിക്ക് ഷെഡ്യൂൾഡ് ആയിട്ട് പോകാൻ പറ്റാം. എനിക്ക് ഇത്ര മണി വരെ വർക്കുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് സിനിമയ്ക്ക് പോകാം അല്ലെങ്കിൽ വീട്ടിൽ പോകാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫിക്സഡ്, എപ്പോഴും നമ്മൾ ഗവൺമെൻറ് ജോലി പറയുമ്പോൾ മറ്റേ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗവൺമെൻറ് ജോലി വാങ്ങിച്ചിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്ന പോലെ ആക്ച്വലി അങ്ങനെ ചെയ്യരുത്. എങ്കിലും ലീവ് കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിട്ട് കാണും. കാരണം നമ്മുടെ ഡെഡ് ലൈൻസ് നമുക്ക് ഇച്ചിരി ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ തന്നെ അന്തസ്സായിട്ട് കറക്റ്റായിട്ട് പണിയെടുക്കണം. അപ്പോൾ ഡെഡ് ലൈൻസ് ഏകദേശം കറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് ജോബിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹെക്റ്റിക്കാണ്. ഓരോ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് പ്രൈവറ്റ് സെക്ടറിൽ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പക്ഷേ അഡീഷണൽ പണിയെടുക്കേണ്ടി വരും, നിങ്ങളുടെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ ഗവൺമെൻറ് ജോബ്സിനായിരിക്കും. കാരണം നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനനുസരിച്ച് പതിയെ വർക്ക് ചെയ്താൽ മതി. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഈ ബെനിഫിറ്റ്സിൻ്റെ കാര്യം പറയാൻ നേരം ഏകദേശം 30 ഏൺഡ് ലീവും സംതിങ് ക്യാഷ്വൽ ലീവ് നിങ്ങൾക്ക് നല്ലൊരു ഏകദേശം 1.5 മാസത്തോളം നിങ്ങൾക്ക് ലീവ് കിട്ടും. ഇപ്പോൾ SSC CGL നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം 1.5 മാസത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ അവധിയും മറ്റേ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു 2 മാസം ഏകദേശം കഷ്ടിച്ച് 2 മാസത്തോളം നിങ്ങൾക്ക് ലീവ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ ടൈമിനായിട്ട് ഉപയോഗിക്കുക, എന്തെങ്കിലും എമർജൻസി വരുമ്പോഴായിട്ട് ഉപയോഗിക്കുക. അപ്പം സെക്യൂർഡായിട്ട് നിങ്ങൾക്ക് ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നോക്കാനായിട്ടുള്ള വകുപ്പ് നമ്മുടെ മിക്ക ഗവൺമെൻറ് ജോബ്സിലും കാണും. എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് സ്കീംസ് ആയിട്ടുള്ള SSC CGL, റെയിൽവേ പോലുള്ള ഇതിലെ എസ്പെഷ്യലി SSC CGL. കാരണം ബാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ ബാങ്കിന് സെക്യൂരിറ്റി ഉണ്ട് ബാങ്ക് ജോലിക്ക്, പക്ഷേ കുറച്ചുകൂടെ ഹെക്റ്റിക് ആയിരിക്കും. ബാങ്ക് ഈവൻ ദോ ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ കൂടി ഒരു സെക്യൂരിറ്റി കാണും, നല്ല സാലറി പാക്കേജ് കാണും, SBI PO ഒക്കെ ആണെങ്കിൽ. പക്ഷേ ആ വർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ആ എൻവയോൺമെൻറ്റിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയും കൂടെ എസ്പെഷ്യലി ഗവൺമെൻറ് ജോബ്സിൽ അരിച്ചു പെറുക്കി നോക്കിക്കോണം ഏതാണ് നമുക്ക് സ്യൂട്ടായിട്ട് എന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി നോ ഷെഡ്യൂൾസ് ആൻഡ് റെഗുലർ വർക്കിംഗ് അവേഴ്സ് ഫോർ പ്രൈവറ്റ് ജോബ്സ്. ചിലതിന് കാണും, എല്ലാത്തിനും അല്ല. ജനറലൈസ് ചെയ്ത് പറയാൻ നേരം അഡീഷണലും കൂടെ വർക്ക് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ വിമൻ അച്ചീവേഴ്സ് അഞ്ജന ആർ നായർ RRB ജൂനിയർ എഞ്ചിനീയർ വാങ്ങിച്ചതാണ്. പിന്നെ ആര്യ LV IBPS ക്ലർക്ക്, അശ്വതി സതീശൻ IBPS ക്ലർക്ക്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വിമൻ അച്ചീവേഴ്സാണ്. പിന്നെ കാവ്യ IBPS ക്ലർക്കും POയും. പിന്നെ നിവേദിത RRB ഗ്രൂപ്പ് D IBPS ക്ലർക്ക് PO കാവ്യ. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന എക്സാംസിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിലൊരു മെയിൻ പങ്കും സ്ത്രീകൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.